എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സീരീസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട റെസിപ്പി ആയിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് നേദിക്കുന്ന അടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു അട വന്നിട്ട് പലർക്കും പൊട്ടിപ്പോകുന്നു, ഹാർഡായി പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി നല്ല സോഫ്റ്റായിട്ട് പൊട്ടിപ്പോകാതെ കൊണ്ട് ട്രഡീഷണൽ രീതിയിലുള്ള അട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അട തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ഇനം നാടൻ ചെമ്പാ പച്ചരിയാണ്. ഇതിപ്പോൾ വന്നിട്ട് നമുക്ക് ചെമ്പാ പച്ചരിയിലോ അതല്ലാന്നൊരിയിൽ ഏതെങ്കിലും നല്ല ഇനം പച്ചരി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് ചെമ്പാ പച്ചരി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ അട വന്നിട്ട് പൊട്ടിപ്പോകാതിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമ്മൾ ഈ ഒരു അട തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന അരി. അപ്പോൾ ഏതെങ്കിലും നല്ല ഇനം അരി വേണം നമ്മൾ ഈ ഒരു അട തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമുക്കിത് വന്നിട്ട് അരിപ്പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അരി അരച്ചാണ് ഈ ഒരു അട തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട അരി വന്നിട്ട് നല്ല ഇനം അരിയായിരിക്കണം. അപ്പോൾ അത് നമ്മൾ കടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അരി വാങ്ങിച്ച് നമ്മൾ ഈ ഒരു അട തയ്യാറാക്കിയാൽ മതിയാകും. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ആ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ പരുവത്തിൽ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 2-3 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. കാരണം ഈ ഒരു ചെറിയ ജാറിൽ അരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടും. അധികം വെള്ളവും ചേർക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയുടെ ചെറിയ ജാറിൽ അരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ദാ അരിയെല്ലാം നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളവും ഒട്ടും കൂടിപ്പോകാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉപ്പ് ചേർക്കുന്നത് വന്നിട്ട് നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് നേദിക്കാനുള്ള ഇടയാണെന്നൊരിക്കൽ പണ്ട് കാലങ്ങളിൽ ഉപ്പൊന്നും ചേർക്കാറില്ലായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ നേദിക്കാനല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു നെയ്യ് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അടയ്ക്ക് വന്നിട്ട് നല്ല ഒരു മണവും രുചിയൊക്കെ ഉണ്ടാവും. കൂടാതെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അട വന്നിട്ട് ഇലയിൽ നിന്ന് വിട്ട് കിട്ടാനൊക്കെ സഹായിക്കും നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു രുചിയും മണവും ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു അടയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ അട തയ്യാറാക്കാനുള്ള ബാറ്റർ എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ആ ഒരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 2.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരുവിധമുള്ള എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ പൊടിച്ച ശർക്കര കിട്ടുവാണെങ്കിൽ ഇതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് ഈ ഒരു അട തയ്യാറാക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര പാനിയാക്കിയതിന് ശേഷം ഒരു നൂൽ പരുവമാകുന്നത് വരെ ശർക്കര നല്ലപോലെ വറ്റിച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്താണ് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നത്. പിന്നെ ഒരു ശർക്കരപ്പൊടിയിൽ വന്നിട്ട് അങ്ങനെ അഴുക്കോ മണ്ണോ കല്ലോ ഒന്നും ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റിയുള്ള ശർക്കരപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിൽ വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണമെങ്കിൽ നെയ്യിൽ വരട്ടിയതിന് ശേഷം നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. ഞാനിപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ആണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ കുറച്ച് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുത്താൽ മതി. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നമ്മുടെ ഫില്ലിങ് വന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അട തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിമാവിൻ്റെ ബാറ്ററിൽ നിന്നും ഒരു തവി മാവ്, ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു തവിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു തവി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദോശയൊക്കെ പരത്തുന്ന പോലെ നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ഫില്ലിംഗ് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. നടുക്കിടുന്നതിനെക്കാട്ടിലും ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇല നല്ലപോലെ മടക്കി ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി അടയും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഷുഗറുകാർക്ക് കഴിക്കാനും കൂടെ പറ്റുന്ന രീതിയിലുള്ള അടയും കൂടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫില്ലിങ് നമുക്ക് നമ്മൾ നേരത്തെ ശർക്കര അട തയ്യാറാക്കിയ പോലെ ഒരു ഇലയിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ച് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഈ ഫില്ലിങ് നമുക്ക് ശർക്കരയുടെ ആ ഒരു ഫില്ലിങ്ങിന് പകരം നമ്മൾ ഈ ഒരു തേങ്ങ മാത്രം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇലയെല്ലാം ഇതുപോലെ നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ അടയെല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു അളവിൽ നിന്നും 13 അടയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അടയെല്ലാം ഞാനിവിടെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 30 മിനിറ്റ് ആവിയിൽ വേവിച്ചതാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയ അട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ഇതിപ്പോൾ ശർക്കരയല്ല കേട്ടോ ഫില്ല് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആ ഒരു തേങ്ങ വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള അടയാണിത്. ഇതിപ്പോൾ വന്നിട്ട് ശർക്കര വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള അടയാണ്. അപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.